സൂര്യ ടിവിയിലെ മലയാളി ഹൗസ് എന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ താരം. കോടികൾ മുടക്കി സിനിമ എടുക്കുന്ന ഈ കാലത്ത് വെറും 5 ലക്ഷം രൂപ കൊണ്ട് ഒരു സിനിമ എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തന്ന വ്യക്തി, ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവനാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. So let's welcome ശ്രീ സന്തോഷ് പണ്ഡിറ്റ് on to the stage. രാഷ്ട്രീയ നിരീക്ഷണം, പ്രണയ നിരീക്ഷണം, ക്രിക്കറ്റ് നിരീക്ഷണം എന്നിവയിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. തനിക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും ഒരു മുഖ്യമായ പങ്ക് തന്നെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി. സോ ആള് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മാതൃകയാണ്. So let's welcome ശ്രീ സന്തോഷ് പണ്ഡിറ്റ് to our Brothers Snacks Barന്റെ ഉദ്ഘാടനത്തിനായി. ബ്രദേഴ്സ് സ്നാക്സ് ബാർ വെല്ലൂർ ചുണ്ടം ഈ ഒരു സംരംഭം ഒരു സൂപ്പർ ഹിറ്റ് ആക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇവിടെ നിന്ന് പുറമെ നോക്കുമ്പോൾ വളരെ കളർഫുൾ ആയിട്ടാണ് കാണുന്നത്. ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ബ്രദേഴ്സ് സ്നാക്സ് ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ വിൽപ്പന നടത്താൻ പോവുകയാണ്. അത് നൽകുന്നത് നമ്മുടെ സജി പനോക്കാരനും ശ്രീ സന്തോഷ് പണ്ഡിറ്റും കൂടിയാണ്. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരള സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുളുവടാരി ഷൂട്ട് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ പടം ചെയ്യുന്നത് 5 ലക്ഷം എന്ന ബഡ്ജറ്റിനാണ്. സ്റ്റിൽ ആ ബഡ്ജറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതോ ബഡ്ജറ്റ് കൂട്ടിയോ എന്താണ്? ഇപ്പം ഈ സിനിമയിൽ ഒരു സോങ്സ് അല്ലേ ഞങ്ങൾ പുറത്തുനിന്നാണ് ചെയ്തത്. അപ്പോൾ ഒരു സോങ് കാശ്മീരിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഷില്ലോങ് ആ സൈഡിൽ ഡാർജിലിംഗ് ഒക്കെ. അപ്പോൾ 2 വശം ഒന്ന് നമ്മൾ സ്വന്തം ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നും ഇന്നും പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് പൈസ വരുന്നില്ല. സ്വന്തം സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്യുന്നത്. അന്നും ഇന്നും സ്റ്റുഡിയോയ്ക്ക് വരുന്നില്ല. പാട്ടാണെങ്കിലും സംഗീതമായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് അതിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഇതിൽ നിൽക്കുന്നവരെ ആതിരയുടെ മകൾ അഞ്ജലി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ജസ്റ്റ് റിലീസായിരുന്നത്. അതിലുള്ള വീടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ മറ്റുള്ളവരുടെ വീടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ആർട്ടിസ്റ്റുകൾ വരികയാണെങ്കിലും നമ്മളെന്താ ചെയ്യുക, പരമാവധി കോഴിക്കോട് തന്നെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കും. ഞാൻ പറയുന്നത് ഇപ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു സപ്പോസ് നായികയായി വരുന്ന ഒരു കുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്ററാണ് ദൂരെയെങ്കിൽ വെറുതെ അവർക്ക് ഒരു ലോഡ്ജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അധികം പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവരുടെ അവരുടെ വിദ്യാഭ്യാസത്തെ പോകണ്ടല്ലോ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്ക് സിനിമയൊക്കെ ഇന്ന് വരും നാളെ പോകും. അവനവൻ്റെ വിദ്യാഭ്യാസമാണ് പ്രധാനം. നാളെ ഒരു ജോലി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 10 ആൽബത്തിൽ അഭിനയിച്ചു, 10 സിനിമയിൽ അഭിനയിച്ചു, എന്തോ അഭിനയിച്ചു, അതൊക്കെ എന്താ കഴിവുണ്ട്, എന്താ വിദ്യാഭ്യാസം ഒരാൾ ചോദിക്കും. അല്ലെങ്കിൽ കുറേ സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അത്യാവശ്യം ഒരു വിവരം കൂടെ വേണമല്ലോ, എന്നാലല്ലേ ഒരു ജോലി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കേണ്ടതെന്ന് കരുതി പരമാവധി എൻ്റെ വീടുമായി അടുത്ത് കിടക്കുന്ന ഒരു ലോഡ്ജിങ് പരമാവധി കുറവാണ്. അപ്പോൾ അതും അല്ല, ഞാൻ പറയുന്ന അന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്, ഇന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുവിൽ എനിക്ക് ഇത് വരുന്നില്ല. പിന്നെ ലോങ്ങിലെല്ലാം ചെല്ലുമ്പോൾ ഞാനും ക്യാമറമാനും നായികയുടെ അമ്മയോ അച്ഛനോ ഒരാളും കൂടെ ഞങ്ങളങ്ങനെ മിനിമമേ ഉള്ളൂ. അല്ലാതെ വലിയൊരു കേരവൻ സംഭവങ്ങളോ പലതും സെക്കൻഡ് ക്ലാസ് യാത്രയൊക്കെയാണ് നടത്തുന്നത്. അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും മാക്സിമം ചെറിയൊരു ഇതിൽ തന്നെ ഞാൻ എൻ്റെ അവസ്ഥ പറയാറുണ്ട്. അങ്ങനെ സഹകരിക്കുന്നവരായിട്ട് മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. പിന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അധികം പൈസ ചിലവൊന്നും വരുന്നില്ല. കാരണം അങ്ങനെയും കുറച്ചുകൂടെ പൈസ പോകുമല്ലോ. പിന്നെ വെള്ളടിയും പോകലും കഞ്ചാവും ഒന്നുമില്ല. വരുന്നവരോടൊക്കെ പറയാറുണ്ട് ഞാൻ ഇങ്ങനെയാണ്. മറ്റുള്ള സെറ്റിലൊക്കെ എന്താ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ രാവിലെ 7 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 മണിക്ക് എത്തണം. രാത്രി 9 വരെ വർക്കാണെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇങ്ങനെ പറ്റുന്നവൻ മതി. അല്ലാണ്ട് ഇവിടെ വന്ന് അവിടെ വരുന്ന പെൺകുട്ടികളെ വായി നോക്കലും മറ്റുള്ളവരെ നമ്പർ മേടിക്കലും കള്ളും കഞ്ചാവും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് പോകുക അതൊന്നും നടക്കൂല. അവനവൻ്റെ ജോലി കഴിഞ്ഞാൽ സ്പോട്ടിൽ പോയിരിക്കണം. ആണായാലും പെണ്ണായാലും അവനവൻ്റെ ജോലി കഴിഞ്ഞാൽ സ്പോട്ടിൽ പോകണം. ഞാൻ ഐഡിയൽ സ്പെൻഡിസ് ഡബിൾസ് വർക്ക്ഷോപ്പിലാണ് ഞാൻ പഠിച്ചത്. ഈ മടിയൻ്റെ മനസ്സാണ് ഈ ഒരു ചെറുത്താൻ്റെ പണിപ്പുരി എവിടെ ഒരു ഉത്തരവാദിത്വം കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്തെ 99% മനുഷ്യന്മാർ നല്ലവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പണിയും തൊരവില്ലാത്തവനാണ് അടുത്ത വീട്ടിൽ ആരാ വരുന്നത്, അവളെ വീട്ടിൽ അതാണോ ഇവൻ്റെ വീട്ടിൽ അതാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവരല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു മാവോവാദം അല്ലെങ്കിൽ നക്സൽ വാദം അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഏതെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു ജോലിക്കാർ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഇന്നേ വരെ ലോകത്തൊരു വർഗീയ ലഹളയോ അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ടാകുന്ന അധികം
അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും ഒരു ജോലിയില്ല. അതൊക്കെ തന്നെയാണ് പലതിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ അവനവന് ജോലിയില്ല, മറ്റവനൊക്കെ ഇതിൽ പോകുന്നത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോഴാണ് സർക്കാരിനെതിരെ അത് ഇതെന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീട്ടിൽ ആരാ വരുന്നത് മറ്റോ നോക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് സിനിമാ സെറ്റിൽ സംഭവിക്കുക. ഒരു പണിയില്ലാതെ ഒരുത്ത് വായി നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ എന്താണ് ഇവിടെ ഏതാണ് കേസ് എന്നൊക്കെ പറഞ്ഞ് അവളോട് കഥ പറയുക. അവളും തന്നെ വെറുതെ ഇരിക്കുമ്പോഴേക്കോ അന്ന് ലൈവ് പോവുക അവിടെ പോകുക പറഞ്ഞാൽ നമുക്ക് ഓരോ പണി വരുന്നത്. പണി കഴിഞ്ഞ് അവന് ആ സ്പോട്ടിലായിരുന്നു കുറ്റൂടുക എന്നാണ് എൻ്റെ തിയറി. അപ്പം ഇതൊക്കെ തന്നെ എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. കാരണം ലോഡ്ജ് കൊടുക്കണ്ട, രാത്രിയിലെ ഭക്ഷണം ലാഭം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട, അപ്പം ആ പൈസ ലാഭം. പിന്നെ ആ സെറ്റിലേക്ക് അവർ തന്നെ വല്ല ടൂ വീലറോ ബസ്സിലൊക്കെ വരും. പിന്നെ ലേശം ഗുരുത്തുള്ളവരൊക്കെയാണല്ലോ, വന്നില്ലെങ്കിൽ എന്ത് ചെയ്തൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലായിരിക്കുന്നുണ്ടാവുക. ഞാനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികളുമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ 2 മണിക്ക് എത്തിട്ടോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 2 മണിക്ക് ആ വ്യക്തി എത്തിയില്ല. ഇതാണ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞ അതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. മറ്റ് കലാപരിപാടികൾ കുറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കുറച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് 5 ലക്ഷത്തിന് അന്നും ഇന്നും വർക്ക് ചെയ്യുന്നത്. നാളെ എന്താണെന്ന് അറിയില്ല, ഇന്ന് വരെ അങ്ങനെ പറയുന്നുണ്ട്. പല നടന്മാരും എംപ്ലോയീസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ ജോലി രാജിവെച്ചിട്ടൊന്നും വരാത്തതുകൊണ്ട് എനിക്ക് പ്രചോദനം എന്ന് പറയാൻ വേറെ ആരെന്നൊരു പ്രചോദനം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ പല കാര്യങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ ദിവസം വരുമ്പോൾ, ഇപ്പോൾ ലൈഫിൽ വീട് കിട്ടിയ ആളുകൾക്ക് നമ്മളാണ് അതിൽ അടിയിൽ സൈൻ ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു. അതുപോലെ ഈ +2 കെട്ടിടം, ഇപ്പോൾ ബ്രിഡ്ജായാലും റോഡായാലും ഇതിൻ്റെയൊക്കെ എക്സിക്യൂഷൻ ഞങ്ങൾ ചെയ്യണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ലീവ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വേറൊരാൾക്ക് അഡീഷണൽ ചാർജ് ആയിരിക്കും കൊടുക്കുക. സപ്പോസ് ഞാനിപ്പോൾ തൃശ്ശൂരാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ചാലക്കുടി ഉള്ള ഒരാൾക്കായിരിക്കും അഡീഷണൽ ചാർജ് വരിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. കാരണം ഇപ്പം നിങ്ങളൊരു വീടെടുത്ത് വന്നു അതിൻ്റെ നമ്പർ കൊടുക്കുക എന്ന് പറയുന്നത് ആളുകൾക്ക് നമ്പർ കൊടുത്ത് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല വരുന്നത്. ആഗ്രഹമുള്ളവർ ഉണ്ടാവുട്ടോ. പൊതുവിൽ ആളുകൾ വരുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരു നമ്പർ ആവശ്യമാണ്. അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അല്ല, എനിക്കിന്ന് ഷൂട്ടുണ്ട്, എനിക്കിന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട്, എനിക്കിന്നൊരു ചാനൽ പ്രോഗ്രാം ഉണ്ട്. കാരണം ഒരു മാസം ജോലി ചെയ്യുമ്പോൾ 45,000 50,000 രൂപ അന്നത്തെ വലിയ പൈസയൊക്കെ തന്നെയാണ്. പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് നാടൻ മുറിക്കുകയോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചാനലിൻ്റെ പരിപാടിക്കോ 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ പിന്നെ എനിക്ക് ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിക്ക് കിട്ടുന്ന ഒരു സാധനം 31 ദിവസം ജോലി ചെയ്ത് ഇത്രയും ഫയല് സൂക്ഷിച്ച് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്മേൽ ഉത്തരം പറഞ്ഞ് ഉള്ള 100 പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അല്ല ഞാൻ പറയുന്നത്, അതുവരെ എനിക്ക് വലിയ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് അത്ര തോന്നുന്നില്ല. അഹങ്കാരം പറഞ്ഞല്ല, ഇപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നപ്പോൾ ഞാൻ അഡീഷണൽ ചാർജ് കൊടുക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഒരു വലിയൊരു പ്രദേശം ഒറ്റയ്ക്ക് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അവനവൻ്റെ പണി തന്നെ അത്രയും ഹെവിയായി നിൽക്കുമ്പോൾ അയാൾക്ക് പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വരുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടും. ഞാൻ ലീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ അഡീഷണൽ ചാർജാണ് വരിക. ആ അഡീഷണൽ ചെയ്യുന്ന വ്യക്തിക്ക് സാധാരണഗതിയിൽ അധികം അവിടെ ചെയ്യാനാവില്ല. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം. അപ്പോൾ അത് ജനങ്ങളൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ രാജിവെച്ചപ്പോൾ അവിടെ PSCയിലേക്ക് ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു. പകരം ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അയാൾ എങ്ങനെ ജോലി ചെയ്യുന്നു ഐ ഡോണ്ട് കെയർ. അതൊക്കെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അയാളുടെ മുകളിലുള്ള ആളുകളൊക്കെയാണ് അയാളുടെ ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിൻ്റെ പണിപ്പെട്ടല്ല. പക്ഷെ പകരം ഒരാൾ വന്നു. PSCക്ക് നിയമനം പോയി. ഞാൻ രാജിവെച്ചപ്പോൾ ഒരാൾ വന്നു. അയാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ജോലി രാജിവെച്ചത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു അഹങ്കാരത്തോടെ ഞാനൊരു എംപ്ലോയി ആണ് എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ച് നമ്മൾ അങ്ങനെ അഹങ്കാരം പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുകിൽ തിന്നണം അല്ലെങ്കിൽ തീറ്റിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കൂല. പിന്നെ ചത്ത ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലാതെ ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സ്വന്തമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. കപ്പൽ നിന്ന് സ്രാവിനെ നോക്കി തുപ്പൽ നിന്ന് പരം മീനും ആ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ തലയിലെ ഒരു രോമം നീ പിടുക, എന്റെ തല ഞാൻ കൊയ്യും. നീ പറയും, ഞാൻ ചെയ്യും. ഉരുക്കട. ഇതാണ് സിനിമയിലെ ഏറ്റവും ചെറിയ ഡയലോഗ്. താങ്ക് യു. നമ്മുടെ ബ്രദേഴ്സിന്റെ സ്നാക്സ് ബാർ ഉദ്ഘാടനം ചെയ്യുന്നു, വിജയിപ്പിച്ചു. നമ്മുടെ നാട്ടുകാരെ കയ്യിലെടുത്തു. കല്ലുകാരെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങി എല്ലാവർക്കും പേരിൽ കല്ലുകാരുടെ പേരിലും നമ്മുടെ ഫാമിലിയുടെ പേരിലും എന്റെ പേരിലും എന്റെ പേരിലും നൽകി. താങ്ക് യു. എല്ലാവിധ ആശംസകളും. അപ്പോൾ അടിച്ചുപൊളി. തീർച്ചയായിട്ടും